ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൽ ആരെങ്കിലും തൊട്ടാൽ അവരെ തകർത്ത് തരിപ്പണമാക്കും. മണ്ണിനടിയിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയ ശേഖരം US സ്പേസ് ഫോഴ്സിന്റെ കർശന നിരീക്ഷണത്തിലാണ് എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആരും ആ ശേഖരത്തെ സമീപിക്കാൻ ശ്രമിച്ചാൽ അവരെ തകർത്ത് തരിപ്പണമാക്കി കളയും എന്നതായിരുന്നു ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പായി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. മാധ്യമ പ്രവർത്തകയായ ഒരു ഷെറൈൽ എന്ന വ്യക്തിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഈ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ സൈനികമായി തന്നെ പരാജയപ്പെട്ടുവെന്നും രാജ്യത്തിന്റെ 70% തന്ത്രപ്രധാന കേന്ദ്രങ്ങളും ഇതിനോടകം തന്നെ തകർത്തു എന്നതാണ് ട്രംപിന്റെ അവകാശവാദം. ബാക്കിയുള്ള കേന്ദ്രങ്ങൾ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇല്ലാതാക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഭൂഗർഭ ശേഖരങ്ങൾ നിരീക്ഷിക്കാൻ US ബഹിരാകാശ സൈന്യത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതേസമയം മേഖലയിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളും വേഗത കൂടുന്നതായി തന്നെ വ്യക്തമാക്കുന്നു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇറാൻ പുതിയ സമാധാന കരാറിന്റെ കരട് അവിടെ സമർപ്പിച്ചത് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇസ്ലാമിക് റിപ്പബ്ലിക് ന്യൂ ഏജൻസി ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നും മിഡിൽ ഈസ്റ്റിൽ അതീവ സംഘർഷാവസ്ഥ തുടരുന്നതിനിടെ തന്നെ ലോകരാജ്യങ്ങൾ സ്ഥിതിഗതികൾ സസൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുകയാണ് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഭൂഗർഭ ശേഖരങ്ങൾ നിരീക്ഷിക്കാൻ ബഹിരാകാശ സൈന്യത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം വെളിപ്പെടുത്തി. അതേസമയം മേഖലയിലെ യുദ്ധം അവസാനിപ്പിക്കാനായി തന്നെ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇറാൻ പുതിയ സമാധാന കരാർ ഇവിടെ അതിന്റെ ഒരു കരട് സമർപ്പിച്ചതായും വ്യക്തമാക്കുന്നു. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ മുന്നണികളിലും ഉടനടി തന്നെ യുദ്ധം അവസാനിപ്പിക്കുക, ഇറാന് നേരെ ഇനി ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകുക, അമേരിക്കൻ ഉപരോധങ്ങളും നാവിക ഉപരോധവും നീക്കം ചെയ്യുക, മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വീണ്ടെടുക്കുകയും എണ്ണ വിൽപ്പനയ്ക്കുള്ള തടസ്സങ്ങൾ മാറ്റുകയും ചെയ്യുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ആവശ്യങ്ങളായി തന്നെ എടുത്തു സൂചിപ്പിക്കുന്നത്. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന് വ്യക്തമാക്കിയ ഉറപ്പ് ഇവിടെ നൽകണമെന്നതാണ് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റുബിയോ പോലും നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എങ്കിൽ മാത്രമേ ഏതൊരു സമാധാന കരാറിനും ഇവിടെ സാധ്യമാകുകയുള്ളൂ എന്നതാണ് വ്യക്തമാക്കുന്നത്. ഇറാനുമായുള്ള വെടിനിർത്തൽ നീക്കങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. US മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളോടുള്ള ഇറാന്റെ പ്രതികരണം വിഡ്ഢിത്തം എന്നതായിരുന്നു ട്രംപ് കടുത്ത പ്രതികരണമായി തന്നെ ഉന്നയിച്ചത്. ഇറാൻ നൽകിയ മറുപടി ട്രംപ് തക്ഷണം തന്നെ തള്ളിയെടുത്തോടുകൂടി തന്നെ 10 ആഴ്ചകളായി തന്നെ തുടരുന്ന സംഘർഷം കൂടുതൽ നീണ്ടു നിൽക്കാൻ ഇടയുണ്ടെന്ന ആശങ്ക പോലും ശക്തമാവുകയാണ്. ഹോർമോസ് കടൽ ഇടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെയും ആഗോള ഇന്ധന വിപണിയെ പോലും ഇത് പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്ന മുന്നറിയിപ്പ് പോലും ഇവിടെ ഉയരുന്നുണ്ട്. ഇറാന്റെ പ്രതികരണം പൂർണ്ണമായും തന്നെ വായിക്കാൻ പോലും എനിക്ക് തോന്നിയില്ല എന്നും നിലവിലെ വെടിനിർത്തൽ കരാർ അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നതായിരുന്നു ട്രംപ് പ്രതികരിച്ചത്. മാത്രമല്ല ഇറാന്റെ പക്കൽ ആണവായുധമില്ല എന്ന വാദം പോലും ഇവിടെ ട്രംപ് ഉന്നയിക്കുകയും ചെയ്യുകയാണ്. ചർച്ച പുനരാരംഭിക്കാൻ അമേരിക്ക നിർദ്ദേശം നൽകിയതിന് ദിവസങ്ങൾക്കിപ്പുറമാണ് ഇറാൻ ഇത്തരത്തിൽ മറുപടി സമർപ്പിച്ചിരിക്കുന്നത്. ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലെയും യുദ്ധപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നതാണ് ഇറാന്റെ പ്രധാന ആവശ്യമായി തന്നെ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.